സഹായകൻ വാനിലുണ്ട്. സ്വാർത്ഥതയ്ക്ക് വേണ്ടി അവന്റെ ചെയ്യേണ്ട കടമകൾ ചെയ്യേണ്ടവയെ ചെയ്യാതെ അതിന് വിപരീതമായി ചെയ്യുന്നതാണ് പാപമെന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ പാപത്തിൽ നിന്ന് ഒരു മോചനം ഉണ്ടാകുക? നമുക്കറിയാം, എല്ലാവരും വിശ്വസിക്കുന്നത്, മിക്കവാറും ലോകത്തിലെ മതങ്ങളെല്ലാം തന്നെ പഠിപ്പിക്കുന്നത് മനുഷ്യൻ ഈശ്വര സൃഷ്ടി എന്നാണ്. ദൈവത്തിന്റെ കരങ്ങളാൽ നിർമ്മിതമായതാണ് മനുഷ്യനെന്ന് ലോകത്തിലെ മിക്കവാറും മതവിഭാഗങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. നമുക്ക് പഠിച്ചിരിക്കുന്നത് പോലെ മനുഷ്യ സൃഷ്ടിയെ കുറിച്ച് രണ്ടു തരം ചിന്തകളാണ് ലോകത്തിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്ന്, കുരങ്ങനും ചിമ്പാൻസിയും ഗറില്ലയും ഒക്കെയാണ് ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാരെന്ന് സിദ്ധാന്തങ്ങൾ നിരത്തി വാഗ്വാദങ്ങളും തർക്കങ്ങളും വാദങ്ങളും ഒക്കെ നടത്തി ഞങ്ങളുടെ പിതാക്കന്മാർ കുരങ്ങന്മാരാണ്, ഗറില്ലകളാണ്, ചിമ്പാൻസികളാണെന്ന് വാദങ്ങൾ നിരത്തി അങ്ങനെ വിശ്വസിക്കുന്ന ഒരു കൂട്ടർ. രണ്ടാമത്തെ ഒരു കൂട്ടർ ഈശ്വര വിശ്വാസികളായ എല്ലാ പ്രിയ സഹോദരങ്ങളും വിശ്വസിക്കുന്നത് സർവശക്തനും സർവജ്ഞാനിയും സർവവ്യാപിയുമായ ദൈവം തമ്പുരാന്റെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവനാണ് മനുഷ്യൻ എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, ദൈവിക സ്വരൂപങ്ങളായ സത്യം, നീതി, വിശുദ്ധി ഇവയാലാണ് മനുഷ്യൻ ഉളവാക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ കരവിരുതിനാൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ ഇതിന് വിപരീതമായി അസത്യവും അനീതിയും അശുദ്ധിയും പ്രവർത്തിച്ച് ദൈവത്തിൽ നിന്ന് അകന്നുപോയ മാനവജാതിയെ മുഴുവനുമായി ദൈവത്തോട് അടുപ്പിക്കുവാൻ കടന്നു വന്ന വീണ്ടെടുപ്പുകാരനാണ് ഞങ്ങൾ പ്രസംഗിക്കുന്ന കർത്താവായ യേശു ക്രിസ്തു. ദൈവത്തിന് മാനവകുലത്തോടുള്ള സ്നേഹത്തിന്റെ പ്രത്യക്ഷതയാണ് യേശു ക്രിസ്തു എന്ന് പറയുന്നത്. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കുവാൻ തക്കവണ്ണം അവനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ, അതായത് മാനവകുലത്തെ സ്നേഹിച്ചു. ആ സ്നേഹത്തിന്റെ പ്രത്യക്ഷതയാണ് യേശു ക്രിസ്തുവിന്റെ ഈ ലോകത്തിലെ ജനനം എന്ന് പറയുന്നത്. നമുക്കറിയാം, ഈ ലോകത്ത് അനേക അവതാര പുരുഷന്മാരും സാമൂഹ്യ പരിഷ്കർത്താക്കളും മഹാന്മാരും നവോത്ഥാന നായകന്മാരും താത്വികരും ഒക്കെ ജന്മം കൊണ്ടൊരു പുണ്യഭൂമിയാണ് നമ്മുടെ ഭൂമി. എന്നാൽ ഇവരൊക്കെയും അവരുടെ ജീവിതകാലത്ത് അവരുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്ത്, സമൂഹത്തിന് നന്മ ചെയ്ത്, അവരുടെ രാഷ്ട്രത്തിന് നന്മ ചെയ്ത് അവരുടെ പ്രവർത്തനം പൂർത്തിയാക്കി ഈ ലോകത്ത് അവരുടെ ജീവിതം മതിയാക്കി അവർ മരിച്ചു, മൺമറഞ്ഞുപോയി. അവരുടെ കല്ലറകൾ ഇന്നും അതാതിടങ്ങളിൽ അടയപ്പെട്ടു കിടക്കുന്നു. എന്നാൽ ഇവരിൽ നിന്നൊക്കെ വ്യത്യസ്തമായി യേശുക്രിസ്തുവിന്റെ കല്ലറ ഇന്നും തുറന്നു കിടക്കുന്നു. ആ കല്ലറ നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്, അവൻ ഇവിടെയില്ല, അവിടുന്ന് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു. യേശു ക്രിസ്തു ഇന്നും സ്വർഗത്തിൽ ജീവിക്കുന്ന ദൈവമാണെന്ന് ലോകത്ത് തുറക്കപ്പെട്ട ഒരേ ഒരു കല്ലറയേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവിന്റെ കല്ലറയാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര ആവേശത്തോടെ യേശു ക്രിസ്തുവിനെ കുറിച്ച് മുക്കിലും മൂലയിലും ഒക്കെ വിളിച്ചു പറയുന്നത്. ജീവിക്കുന്ന ദൈവം യേശു ക്രിസ്തുവ. താങ്കൾക്ക് സമാധാനം നൽകുവാൻ, താങ്കളുടെ ജീവിതത്തിൽ അവസ്ഥകൾക്ക് മാറ്റം നൽകുവാൻ, പ്രശ്നങ്ങൾക്ക് പരിഹാരം നൽകുവാൻ, താങ്കളുടെ ചോദ്യങ്ങൾക്ക് മറുപടി തരുവാൻ, താങ്കൾക്ക് നിത്യരക്ഷ നൽകുവാൻ, നിത്യജീവൻ നൽകുവാൻ യേശു ഇന്നും ജീവിക്കുന്ന ദൈവമാണ്. നോക്കൂ, മാനവകുലത്തെ രക്ഷിക്കുവാൻ വന്ന ദൈവപുത്രനായ യേശു ക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റു. തിരുവെഴുത്തുകളിൻ പ്രകാരം തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, കാലസമ്പൂർണതയെങ്കില യേശു ക്രിസ്തുവിന്റെ ജനനം എന്ന് പറയുന്നത്. കാലസമ്പൂർണത വന്നപ്പോൾ കാലചരിത്രത്തെ തന്നെ രണ്ടായി വിഭാഗിച്ചുകൊണ്ട്, തന്റെ ജനനത്തിനു മുമ്പെന്നും പിമ്പെന്നും രണ്ടായി വിഭാഗിച്ചുകൊണ്ട് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് അവതരിച്ചു. തനിക്ക് മുൻപോ പിൻപോ വന്ന യാതൊരു അവതാര പുരുഷന്മാരിലും കാണാത്ത പ്രത്യേകതകളാണ് യേശു ക്രിസ്തുവിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത്. അധ്വാനിക്കുന്ന ജനതയോട് കർത്താവ് തമ്പുരാൻ ഇങ്ങനെ പറഞ്ഞു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ എന്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. അധ്വാനിക്കുന്ന ജനവർഗത്തിന്റെ കണ്ണുനീരൊപ്പുവാൻ, അവരുടെ ഭാരങ്ങൾ ഇറക്കി വെക്കുവാൻ, അവരുടെ വേദനകൾക്ക് പരിഹാരം നൽകുവാൻ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കന്മാർക്കോ തത്വചിന്തകന്മാർക്കോ മറ്റ് സാമൂഹ്യ പരിഷ്കർത്താക്കൾക്കോ കഴിയാതിരിക്കുമ്പോൾ അവർക്കാർക്കും നൽകുവാൻ കഴിയാത്തൊരു വാഗ്ദാനം യേശു ക്രിസ്തു ലോകത്തോട് വിളിച്ചു പറഞ്ഞു. അധ്വാനിക്കുന്ന ജനവർഗത്തോട് വിളിച്ചു പറഞ്ഞു, നിങ്ങൾ എന്റെ അടുക്കൽ വരുവേ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. നോക്കൂ, ഇന്നത്തെ സമൂഹത്തിൽ നാം പരിശോധിച്ചാൽ രാഷ്ട്രീയത്തിന്റെ, മതത്തിന്റെ, വർഗവർണ്ണ വ്യത്യാസങ്ങളുടെ പേര് പറഞ്ഞ മനുഷ്യൻ തമ്മിലടിക്കുന്ന, പരസ്പരം കൊല്ലുന്ന ഈ കാലഘട്ടത്തിൽ
ആയുധം താഴെ വയ്ക്കുവാൻ പഠിപ്പിച്ച യേശുവിന്റെ ഉപദേശം, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് തന്റെ അനുയായികളോട് ആയുധം താഴെ വയ്ക്കുവാൻ പഠിപ്പിച്ച യേശുവിന്റെ സുവിശേഷം, യേശുവിന്റെ സന്ദേശമാണ് ഇന്നത്തെ കാലഘട്ടത്തിന് ആവശ്യം. പരസ്പരം കൊല്ലുന്ന, പരസ്പരം തന്റെ അനുയായികളെ കൊല്ലുവാൻ പ്രേരിപ്പിക്കുന്ന, കൊല്ലുവാൻ പഠിപ്പിക്കുന്ന രാഷ്ട്രീയ നേതാക്കന്മാരുള്ള ഈ കാലഘട്ടത്തിൽ യേശുവിന്റെ സുവിശേഷവും യേശുവിന്റെ സന്ദേശങ്ങളും വ്യത്യസ്തമായി നിൽക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. യേശു ക്രിസ്തുവിന് മാത്രമേ നരഭോജികളായ മനുഷ്യരെ നരസ്നേഹികളാക്കി മാറ്റുവാൻ കഴിയത്തുള്ളൂ. യേശു ക്രിസ്തു ഇങ്ങനെ പറഞ്ഞു, എന്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. സമാധാനമില്ലാത്ത അവസ്ഥയിലൂടെ ആയിരിക്കാം ഒരുപക്ഷെ എന്റെ കേൾവിക്കാരായ പ്രിയപ്പെട്ടവർ കടന്നു പോകുന്നതെങ്കിൽ, ഈ ലോകത്തിന് തരുവാൻ കഴിയാത്ത സമാധാനം ഒരുവനെ ഈ ലോകത്ത് നൽകുവാൻ കഴിയത്തുള്ളൂ യേശു ക്രിസ്തു. യേശു ക്രിസ്തു പറഞ്ഞു, എന്റെ സമാധാനം ണ്ട്. എന്നാൽ ഞാൻ തന്നെ വഴി, ഞാൻ തന്നെ സത്യം, ഞാൻ തന്നെ ജീവൻ എന്ന അവകാശം ഉന്നയിച്ച ഒരുവനെ ഈ ലോകത്തിൽ ഉണ്ടായിട്ടുള്ളൂ. അത് ഞങ്ങൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. ഞാൻ തന്നെ വഴി എന്ന് പറയത്തക്കവണ്ണം പുതുതായി ഒരു വഴി, ഒരു പുതിയ ഒരു ജീവിതം ഉണ്ട്. താങ്കളുടെ ജീവിതത്തിൽ ഒരു പുതിയ ജീവിതം നൽകുവാൻ യേശുവിന് കഴിയും. യേശുവാകുന്ന വഴിയിലേക്ക് താങ്കളുടെ ജീവിതത്തെ വഴി തിരിച്ചു വിടാമെങ്കിൽ ഇന്നു മുതൽ താങ്കളുടെ ജീവിതത്തിന് മാറ്റം നൽകുവാൻ യേശു ക്രിസ്തു മതിയായവനാണ്. യേശു ക്രിസ്തു താങ്കളെ സ്നേഹിക്കുന്നു. എന്റെ ഈ ശ്രദ്ധ വരുത്തിക്കുള്ളിൽ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം, നമ്മളെല്ലാവരും മരിച്ച് മൺമറഞ്ഞ് മരണശേഷം നമുക്ക് നിത്യതയുണ്ട്. മരിച്ചതിനു ശേഷം സമ്പന്നന്മാരും ദരിദ്രരും, ധനവാന്മാരും ദരിദ്രരും, അതുപോലെ ഏത് സമൂഹത്തിന്റെ ഉന്നത താഴ്ന്ന അവസ്ഥയിലുള്ള ഏത് മനുഷ്യരും ഈ ലോകം വിട്ട് മരണമെന്ന അവസ്ഥയിലൂടെ നിത്യമായ അവസ്ഥയിലേക്ക് പോകേണ്ടതായി വരും. എന്നാൽ മരണത്തിനപ്പുറം രണ്ട് നിത്യതയാണുള്ളത്. ഒന്ന് നിത്യമായ നരകം, ഒന്ന് നിത്യമായ സ്വർഗം. നിത്യമായ സ്വർഗത്തിലേക്ക് നമുക്ക് പ്രവേശിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, അത് യേശു ക്രിസ്തു എന്ന വഴിയാണ്. യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവനിലേക്ക്, നിത്യസ്വർഗത്തിലേക്ക് പ്രവേശനമുള്ളൂ. ആകയാൽ എന്റെ ശ്രദ്ധ വരുത്തിക്കുള്ളിൽ എന്നെ ശ്രമിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, യേശു ക്രിസ്തുവിനെ വിശ്വസിക്കുക, യേശു ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി അംഗീകരിക്കുക. ഇന്ന് പകൽക്കാലം ഇവിടെ മുഴങ്ങിക്കേട്ട ഈ സുവിശേഷം താങ്കളുടെ ജീവിതത്തിൽ, ഈ ദേശത്തിന് അനുഗ്രഹമായി തീരട്ടെ. തിരുവെഴുത്ത് ഇങ്ങനെ പറയുന്നു, ക്രൂശിന്റെ വചനം അല്ലെങ്കിൽ സുവിശേഷം നശിച്ചു പോകുന്നവർക്ക് ഭോഷത്വവും രക്ഷിക്കപ്പെടുന്ന നമുക്ക് അത് ദൈവശക്തിയുമാകുന്നുവെന്ന്. സുവിശേഷം ഇന്ന് പകൽക്കാലം ഇവിടെ മുഴങ്ങുമ്പോൾ അത് താങ്കളുടെ ജീവിതത്തിൽ നാശത്തിന് കാരണമാകാതെ അത് രക്ഷയ്ക്ക് കാരണമായി തീരും. അനിശബ്ദ പരിധിക്കുള്ളിൽ എന്നെ ശ്രമിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരുടെയും ജീവിതത്തെ ഈ സുവിശേഷ പ്രഘോഷണം ദൈവശക്തിയായി തീരുവാൻ, നിത്യജീവന് കാരണമായി തീരട്ടെ എന്ന പ്രാർത്ഥനയോടെ എന്റെ വാക്കുകളെ ഉപസംഹരിക്കുന്നു. എല്ലാവർക്കും നന്ദി. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ.